ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മഞ്ഞ് ദിവസം ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതധികം പ്രിപ്പയർ ചെയ്യാത്ത ഒരു വീഡിയോ ആണ്. ഒരു ചുമ്മാ ഒരു തട്ടിക്കൂട്ട് വ്ളോഗാണ് ഇന്നത്തേത്. ഇപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ ചാനലിൽ ആകെ ഏതോ ഒരു സ്നോയുടെ കണ്ടൻറ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇന്നാണെങ്കിൽ ഭയങ്കര പണിയുണ്ട്. ലൈക്ക് വർക്കിൻ്റെ സംബന്ധിച്ച് നല്ല പണിയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ കുറേ മീറ്റിങ്ങും ഉണ്ടായിരുന്നു. എന്നിട്ടും എനിക്കെന്തിൻ്റെ കേടാണെന്നല്ലേ ഇപ്പം തന്നെ മഞ്ഞ് എടുക്കണമെന്ന്. പക്ഷേ ഇന്നത്തെ മഞ്ഞ് രാവിലെ കാണാൻ അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു മാജിക്കൽ പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പം തൊട്ട് ഞാൻ വിചാരിക്കുന്ന സ്നോയുടെ വീഡിയോ എടുക്കണമെന്ന്. പക്ഷെ ഞാനിപ്പോൾ എടുത്ത് വരുമ്പോഴത്തേക്ക് ആ സ്നോ വീഴുന്നതൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ എന്നാലും എടുക്കാമെന്ന് വിചാരിക്കുക. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും മുകളത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ആണ്. ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ് ചെറുതായി പറക്കുന്നത് കാണാം. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. രാവിലെ ഒത്തിരി അടിപൊളിയായിരുന്നു. അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മഞ്ഞ് വീണേക്കുന്ന കാണാം. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ലുക്കിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾക്ക് വെളിയിലോട്ട് പോകണമെങ്കിൽ ജാക്കറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വെളിയിൽ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് ഇനി നമുക്ക് വെളിയിൽ പോയി മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാം. എനിക്ക് തോന്നുന്നു മഞ്ഞ് വീഴുന്നതൊക്കെ തീർന്ന് ഇപ്പോൾ ചെറുതായിട്ട് വെയിലും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കൂളിംഗ് ഗ്ലാസും ഷെയ്ഡ്സും അതെല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് കം ഓൺ. ചേട്ടാ, ഞാൻ പുറത്തു പോവാന്നേ. ചേട്ടൻ മഞ്ഞ് കോരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മഞ്ഞ് കോരുന്ന വീഡിയോ കൂടെ എടുക്കായിരുന്നു. ഞാൻ അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ ചെയ്യുമ്പോഴത്തേക്ക് ഞാനും ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ വെളിയിൽ ഇറങ്ങിയേക്കുന്ന ഗൈസ്, ഇതാണ് ഇവിടെ കിടക്കുന്ന മഞ്ഞ്. ഗ്ലൂക്കോസിന്റെ പൗഡർ പോലുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഭാഗവും പിന്നെ ഡ്രൈവേയും അതുപോലെ തന്നെ സ്ട്രീറ്റിൻ്റെ ഒരു പാത്തുണ്ട്. അതും കൂടെ നമുക്ക് ഇവിടുത്തെ മഞ്ഞ് കോരിയേ പറ്റത്തുള്ളൂ. അത് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലോങ് ബ്രേക്കിൽ വന്നിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ എടുക്കാവുന്നതാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇവിടെ മൊത്തം മഞ്ഞായിട്ട് കിടക്കുക. ആൻഡ് ഇതാണ് പാത്ത് വേ. എല്ലാ വീട്ടുകാരും ഇച്ചിരി മഞ്ഞൊക്കെ വീണ് കഴിഞ്ഞാൽ ഈ പാത്ത് വേ നിർബന്ധമായിട്ട് ക്ലീൻ ചെയ്തേക്കണം. കാരണം ആരെങ്കിലും നടന്ന് വരുമ്പോഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ ഏത് വീടിൻ്റെ ഫ്രണ്ടിലാണോ വീണത് അവർക്ക് പണി കിട്ടുന്നതാണ്. അവർക്ക് വേണമെങ്കിൽ കേസൊക്കെ കൊടുക്കാം. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി മഞ്ഞൊക്കെ സെറ്റിലായി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കോരിക്കളയും. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെന്താണ്, അപ്പം നമ്മളൊരു 3 വർഷം ഒണ്ടാരിയോയിലും 3 വർഷം ആൽബർട്ടയിലും നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മഞ്ഞിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലൈമറ്റ് കുറേ ഡ്രൈ ആണ്. അതുപോലെ ഹ്യൂമിഡിറ്റി കുറവാണ്. അപ്പോൾ ഈ മഞ്ഞൊക്കെ നന്നായിട്ട് വെയിലൊന്നും പെയ്തില്ലെങ്കിലും ഈ ഗ്ലൂക്കോസിൻ്റെ പൗഡർ പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഒണ്ടാരിയോയിൽ എനിക്ക് തോന്നുന്നു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഭയങ്കര കട്ടിയായിട്ട് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇച്ചിരി വെയിലൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആൽബർട്ടയാണ് ഏറ്റവും സണ്ണിയസ്റ്റ് ആയിട്ടുള്ള പ്രൊവിൻസ് കാനഡയിൽ. അപ്പോൾ നന്നായിട്ട് സൂര്യനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മഞ്ഞൊക്കെ പെട്ടെന്ന് തന്നെ ഉരുകും. നമ്മുടെ നാട്ടിലുള്ള സൂര്യൻ പോലെ ഇന്നത്ര സൂര്യനില്ല. മീൻസ് ഇവിടെ സൂര്യപ്രകാശം ഇച്ചിരി ഭയങ്കര ഹൈ ഇൻറ്റൻസിറ്റിയിൽ അടിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് സൺസ്ക്രീനൊക്കെ വാരി പൊത്തണം. ഇല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് കൈയും കാലും ഒക്കെ കറുത്തും മുഖമൊക്കെ ഇച്ചിരി കറുത്തു പോകും. സോ നമ്മൾ ഇതാണ് റോഡ്. എനിക്ക് തോന്നുന്നു
അവിടെ ഒരാൾ നിന്ന് അയാളുടെ വീടിൻ്റെ ഫ്രണ്ട് ചെയ്യുന്നത് കാണാം. മഞ്ഞൊക്കെ കോരുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ചെടി. ഇപ്പം കാനഡയിൽ ഒഫീഷ്യലി സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്ത്, എന്നിട്ടും ഇവിടെ വിൻ്ററാണ്. മഞ്ഞൊക്കെ പെയ്തുകൊണ്ടിരിക്കുക. ഇനി കുറച്ച് ഇനിയിപ്പോൾ ഈ മാസം എൻ്റെ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് സ്പ്രിങ് തുടങ്ങും. അപ്പോൾ ഇതിനകത്ത് ബഡ്സൊക്കെ വരാൻ വേണ്ടി തുടങ്ങുന്നതാണ്. ഞാൻ ചുമ്മാ ഒരു ലവിൻ്റെ ഷേപ്പൊക്കെ ഉണ്ടാക്കി ഇതിനകത്ത്. കൊള്ളാം അല്ലേ? ഇവിടെയൊക്കെ ഞാൻ നടന്ന് കുളമാക്കിയതാണ്. അത്യാവശ്യം നല്ല തണുപ്പത്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് മൂക്കിൽ നിന്ന് വെള്ളം വരും. ചിലർക്കാണെങ്കിൽ മൂക്കിൽ നിന്നും കണ്ണിൽ കൂടെ ഒക്കെ വെള്ളം വരുന്ന കണ്ടിട്ടുണ്ട്. സോ ഇപ്പം നല്ല വെയിലടിക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നിന്ന നിപ്പിനാണ് ക്ലൈമറ്റ് മാറുന്നത്. പെട്ടെന്ന് വെയിൽ കാണും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ക്ലൗഡി ആവും. അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ കഴിഞ്ഞ 2 ആഴ്ചയൊക്കെ നല്ല ക്ലൈമറ്റായിരുന്നു. ഇതിപ്പോൾ മൈനസ് എത്ര കണ്ടാണ്, -5 ഫീൽസ് ലൈക്ക് -5 ഒക്കെയാണ്. പക്ഷെ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ 10 ഡിഗ്രിയും 15 ഡിഗ്രിയും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റായിരുന്നു. പിന്നീടാണ് പെട്ടെന്നൊരു സ്നോ വീണത്. ആൻഡ് അത് രാവിലെ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ അതിങ്ങനെ പതുക്കെ വീഴുന്നത് ഒരു മാജിക്കൽ പോലെ തോന്നി. ഞാനാണെങ്കിൽ മഞ്ഞ് പെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത്, പക്ഷെ അതൊക്കെ തീർന്നു പോയി. ഇനി എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പിന്നെന്താണ്, ഈ മഞ്ഞ് ഇനി കോരണം. അതാണ് അടുത്ത മെയിൻ ടാസ്ക്. അതിനി വലിയൊരു ബ്രേക്ക് വരുന്നുണ്ട്, അപ്പം ഇറങ്ങി കോരാമെന്ന് വിചാരിക്കുക. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ തിരിച്ച് അകത്ത് കയറി പോവുകയാണ്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ എൻ്റെയും ചേട്ടൻ്റെയും ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ കുറച്ച് സമയമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇപ്പം അങ്ങ് മഞ്ഞ് കോരിയേക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഇനി അതിൻ്റെ വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. അയ്യോ, എൻ്റെ കണ്ണേ പൊടിയാണ്. ഇപ്പം ടിക്ടോക്കിലൊക്കെ വരുന്നതാ മഞ്ഞ് കോരുമ്പോഴത്തേക്ക് പറയുന്നത് കൂലിപ്പണി ഏത് ജോലിയും വൃത്തിക്ക് ചെയ്യും. അപ്പം മഞ്ഞ് കോരി തീരാറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ എല്ലാ പ്രാവശ്യവും അവിനാശേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് കോരിയ മഞ്ഞ്. ഭയങ്കര സോഫ്റ്റാണ് ഇപ്പോഴും. ഇതൊക്കെ നാളെ ഉണ്ടെങ്കിൽ ഇത് വെച്ചൊരു സ്നോമാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. വെയിലൊക്കെ വന്നാൽ പെട്ടെന്ന് ഒലിച്ചു പോകും. ഇത് എപ്പോഴും കാണുമ്പോൾ എനിക്ക് ഗ്ലൂക്കോസിൻ്റെ പൗഡർ ഓർമ്മ വരും. അതെന്താണെന്നോ എന്തോ. ചേട്ടാ, ഞാൻ എത്ര പ്രാവശ്യം മഞ്ഞ് കോരിയിട്ടുണ്ട്? ഏകദേശം 2 പ്രാവശ്യമാണ് ഞാൻ മൊത്തത്തിൽ മഞ്ഞ് കോരിയിട്ടുള്ളത്. ഇല്ല, ഞാൻ കോരിയിട്ടുണ്ട്. ചേട്ടന് ഓർമ്മയില്ലാത്തോണ്ടാ. ചേട്ടന് പനി ഉള്ളപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കോരിയിട്ടുണ്ട്. ചേട്ടൻ ഇപ്പം പറയുന്ന കള്ളത്തരമാണ്. അല്ല, ഞാൻ 2 പ്രാവശ്യമേ കോരിയിട്ടുള്ളൂ.
പിന്നീട് ഞാൻ അവസരവും ചോദിക്കുമ്പോഴെല്ലാം ചേട്ടൻ പറയുന്നത് ചേട്ടന് മഞ്ഞ് വരുന്ന ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോയ്ക്ക് വേണ്ടി ചേട്ടനാ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അപ്പം മഞ്ഞത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് പിന്നെ ഞങ്ങളൊരു ചൂട് ചായ ഇട്ട്, ഇനി ചായ ഒക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ ഇച്ചിരി ലൈറ്റിങ്ങിന് ഇച്ചിരി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്നാലും വെളിയിലത്തെയും കൂടെ മഞ്ഞ് കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. ഇതാണ് ഞങ്ങളുടെ ഡെക്കിലുള്ള മഞ്ഞ് വീണ് കിടക്കുന്നത്. ഇതാണ് ബാർബിക്യൂ ഗ്രില്ലും പാറ്റിയോ ഫർണിച്ചറും. ഇതെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ബ്രേക്കിൻ്റെ സമയം കഴിഞ്ഞു. ഇനി ഞാൻ തിരിച്ച് വർക്കിന് പോവുകയാണ്. വർക്കിന് പോവുകയെന്ന് പറഞ്ഞ് തിരിച്ച് ലാപ്ടോപ്പിൻ്റെ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ ബൈ.